ബി.ജെ.പിയെ നയിക്കാൻ പുതിയ നേതാവ് വരുമെന്ന വാർത്തകൾ പുറത്തു വന്നിട്ട് കുറച്ചായി. അധികം വൈകാതെ പുതിയ അധ്യക്ഷനെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമത്രേ. ജനപ്രിയ നേതാവായ ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ സാരഥിയാകുമോ എന്നാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിലെ കരടായ ശോഭ അധ്യക്ഷ പദവിയിലേക്ക് എത്താതിരിക്കാൻ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും അന്തർധാരയിൽ നടക്കുന്നുണ്ട്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആർ.എസ്.എസിന് കൂടി സ്വീകാര്യനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണം എന്നാണ് മറ്റൊരു പക്ഷത്തിന്റെ വാദം. ബി.ജെ.പി ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ചിലർക്ക്. ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കാനുമാണ്. അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ വി മുരളീധരൻ പ്രതികരിച്ചിട്ടില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയ മേഖല ചൂടുപിടിക്കുകയാണ്. പൊട്ടിത്തെറി ഇനി കാത്തിരുന്നു കാണണം. അതേസമയം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും അധ്യക്ഷനായേക്കാം എന്ന സാധ്യത തള്ളാതെയാണ് രാജീവിന്റെ പ്രതികരണവും. അധികാരം കിട്ടിയാൽ ആർക്കും കൈക്കില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ്. മാസത്തിൽ 5ഉം 6ഉം ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും ഇതിനിടെ വാങ്ങിയിട്ടുണ്ട്. തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആവും അധ്യക്ഷനാവുക എന്നുള്ള സൂചനകളും ശക്തമാണ്. അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാവുക. തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. വട്ടിയൂർക്കാവിലും നേമത്തും രാജീവിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനം നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും പുതിയ കമ്മിറ്റിയൊക്കെ ആയിരിക്കും എന്നതിനാൽ ഇനി കേന്ദ്ര തീരുമാനം വൈകിയേക്കില്ലെന്നാണ് സൂചനകൾ. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം.ഡി. രമേശ് എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. കാരണം സംഘടനാ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ച പരിചയം കുറവുള്ള രാജീവിന് ഗ്രൂപ്പുകൾ സജീവമായ കേരളത്തിൽ നിലനിൽപ്പ് അത്ര എളുപ്പമാകില്ല. എന്നാൽ എം.ഡി. രമേശിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വവും അത്ര അനുകൂല നിലപാടിലല്ല. സംസ്ഥാനത്തെ പുതിയ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി.ജെ.പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട്. അതേസമയം കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾക്കൊക്കെ ശോഭയ്ക്കെതിരെയാണ്. ദേശീയ നേതൃത്വം വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ശോഭയ്ക്ക് നറുക്കു വീഴും. അതേസമയം നിലവിൽ ആരാകണം ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇനിയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത ശോഭയെ സാരഥി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ തർക്കം മുറുകുമെന്ന കാര്യം ഉറപ്പാണ്. മൗനമായ ഓരോരുത്തരും പാർട്ടിക്കും ജനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാവർക്കും കസേര തന്നെയാണ് മുഖ്യം. ശോഭ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ പിന്നിൽ നിന്ന് കസേര ഉന്തി മാറ്റാൻ പ്രവർത്തകരുമുണ്ട്. തലയിലിരുന്ന് ചെവി തിന്നുന്നത് ആരൊക്കെയെന്ന് ഇനി കണ്ടറിയണം.